സ്ട്രോങ് ആയ ആളുകളുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ്, അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. വളരെ ഓണസ്റ്റ് ആയിരിക്കും. പീപ്പിൾ പ്ലീസർ ആയിരിക്കില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന ആളുകളോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല. എന്താണോ കാര്യം അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവർ പോകും. ആരെങ്കിലും ഇവരോട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തെറ്റ് ചെയ്യുകയാണെങ്കിലും തെറ്റ് കണ്ട ഉടനെ ഇവർ പ്രതികരിക്കും. അത് തെറ്റാണ് എന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യാനൊന്നും യാതൊരു മടിയില്ലാത്ത ആളുകളായിരിക്കും. ഇവരെ പൊതുവെ ആളുകൾ അഹങ്കാരികളായിട്ടാണ് കരുതുക. എന്തൊരു അഹങ്കാരമാണ്, ആരുടെ മുമ്പിലും താണു കൊടുക്കില്ല എന്നൊക്കെ ആയിരിക്കും സമൂഹം ഇവരെക്കുറിച്ച് പറയുക. അത് ഇവർക്ക് അറിയുകയും ചെയ്യാമായിരിക്കും. പക്ഷെ അതൊന്നും ഇവരുടെ ഒരു പ്രശ്നമല്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊന്നും ചിന്തിച്ച് താൻ ചെയ്യുന്നത് മാറ്റുന്ന ആളല്ല സ്ട്രോങ് ആയ ആളുകൾ. അവർക്കറിയാം അവർ ചെയ്യുന്നത് ശരിയാണെന്ന്. സത്യത്തിൽ അത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്, അവരുടെ ആത്മവിശ്വാസത്തെയാണ് മറ്റുള്ളവർ അഹങ്കാരമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും ഇത് ആദ്യം തന്നെ ഇവർ ചിന്തിക്കുക, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതെങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ ഈ കാര്യം നടത്താം, എനിക്ക് ഒറ്റയ്ക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ നടത്താം എന്നാണ് ഇവർ ആദ്യം ചിന്തിക്കുക. അതിനുവേണ്ടി ഇവർ വളരെയധികം ശ്രമിക്കുകയും ചെയ്യും. മിക്കവാറും കാര്യങ്ങളും ഇവർ ഒറ്റയ്ക്ക് തന്നെ നടത്തും. എങ്ങാനും പറ്റിയില്ലെങ്കിൽ, തന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് ഇവർക്കൊരു മടിയുണ്ടായിരിക്കില്ല. പക്ഷെ എപ്പോഴും ഇവർ ആദ്യം ചിന്തിക്കുക എങ്ങനെ ഇത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അറിഞ്ഞാലും ഇവരത് കാര്യമായിട്ടൊന്നും ബാധിക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ടായിരിക്കും. താൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസവും ബോധ്യമൊക്കെ ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കുണ്ടായിരിക്കില്ല. ഒരു തീരുമാനം എടുക്കാൻ ഇവരൊരിക്കലും മടിച്ചു നിൽക്കില്ല. എടുത്തത് തെറ്റാവുമോ അങ്ങനെയുള്ള സെൽഫ് ഡൗട്ടൊന്നും ഇവർക്കുണ്ടായിരിക്കില്ല. ഇനി ഇതിൻ്റെ കോൺസിക്വൻസ് എന്താവും, ഞാൻ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെയുള്ള നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, അത് ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. സ്ട്രോങ് ആയ ആളുകൾ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. അത് തെറ്റായി പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരിക്കും. ഈ സ്വഭാവ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ആളുകൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ ആളുകളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പകച്ചു നിൽക്കുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് പെട്ടെന്നുള്ള സെൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇവർക്കുണ്ടായിരിക്കും. വസ്തുതകൾ വളരെ കറക്റ്റായി പറയുന്നത് കൊണ്ട് തന്നെ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ഇവർ പറയുന്നത് അനുസരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. ഇവരെ അടുത്തറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവർ വളരെ സിൻസിയറായ ആളുകളാണെന്ന്. തനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ്. എന്തൊരു പ്രശ്നം, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം പ്രശ്നമായി കരുതി അത് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന വളരെ സിൻസിയറായ ആളുകളായിരിക്കും ഈ സ്ട്രോങ് ആയ ആളുകൾ. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ഇവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ മോശമാണ്, തന്നെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്, സ്വാർത്ഥനാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനും അവരെ കൺഫ്രണ്ട് ചെയ്യാനും അവർ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഇവർക്ക് യാതൊരു മടിയും കാണില്ല. അത് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ, ചിലപ്പോൾ ഇവരുടെ മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, പാർട്ട്ണറായിരിക്കാം, എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും അവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുകയും അവർ തിരുത്താൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെത്ര അടുത്ത ബന്ധമാണെങ്കിലും ആ ബന്ധം ഡിസ്കണക്ട് ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല.